ഹലോ ഗൈസ് ഇന്ന് കൂട്ടുകാരോടൊത്ത് ഒരു കല്യാണ ബിരിയാണി കഴിച്ചിട്ട് വരാവേ. ഒരുപാട് കാലമായായിരുന്നു ഈ ഒരു ബിരിയാണി കഴിച്ചിട്ട്. സദ്യയൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുന്നതാണ്, പക്ഷേ കല്യാണ ബിരിയാണി മിസ് ചെയ്തിട്ട് ഒരുപാട് നാളായി. ആ വിഷമം എല്ലാം കൂടി ഇന്ന് ഈ ബിരിയാണി കഴിച്ചിട്ട് അങ്ങ് തീർക്കണം. ഇനി എന്നാണാവോ അടുത്ത കല്യാണ ബിരിയാണി കിട്ടണേ. അങ്ങനെ ചെന്ന് കുറച്ചു നേരത്തിനകം തന്നെ നമ്മൾ കഴിക്കാൻ കയറി. പിന്നെ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവച്ച് ബിരിയാണിയും വിളമ്പി. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അവിടെ വെച്ചിരുന്ന കുറച്ച് തണ്ണിമത്തന്റെ പീസൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോഴേക്ക് എന്റെ പപ്പടം ദേ പോകുന്നു. പിന്നെ ഒരു നോട്ടം നോക്കിയതേ ഉള്ളൂ, പോയ പപ്പടം അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് കിടക്കാവേ. ആ ഒരു റൈസും സാലഡും അച്ചാറും പപ്പടവും പിന്നെ ആ ചിക്കനും കൂട്ടി അങ്ങോട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക രുചി തന്നെയാണേ. കൂടെ ബീഫ് പെരട്ടും ഉണ്ടായിരുന്നേ. ബീഫിന്റെ വലിയ ഫാനൊന്നും അല്ല ഞാൻ, പക്ഷെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. പണ്ട് എന്നോ ഒരു ബീഫ് കഴിച്ചിട്ട് വന്ന ഒരു വയറുവേദനയാണ് ഈ ബീഫിനോടുള്ള മോഹം തന്നെ അവസാനിപ്പിച്ചത്. ഇന്നിപ്പോ ബീഫ് ഇല്ലെങ്കിൽ എന്താ, ചിക്കൻ ഉണ്ടല്ലോ, അതുപോരെ. നല്ല കിടിലൻ ബിരിയാണി ആയിരുന്നേ. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി കൂട്ടി കുഴച്ചങ്ങ് കഴിച്ചു. ഈ ഒരു കല്യാണ ബിരിയാണിക്ക് നമ്മൾ നോർമലി കഴിക്കുന്ന ബിരിയാണിയെക്കാളും എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണേ. ഇനി നേരെ പോയി കൈ കഴുകിയിട്ട് അടുത്ത ടാസ്ക് ഉണ്ട്, ഐസ്ക്രീം വാങ്ങണം. പക്ഷെ അവിടെയും ഞാൻ അതിന്റെ വലിയ ഫാനല്ല. എപ്പോഴെങ്കിലും ഒക്കെ കഴിച്ചാൽ അപ്പ തൊണ്ട അടിച്ചു പോവും. പിന്നെ വല്ലപ്പോഴും കൂടിയിട്ടാണ് ഒരെണ്ണം കഴിക്കണേ. എന്ത് കഷ്ടമല്ലേ. അങ്ങനെ അവരൊക്കെ ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ഫ്രം ട്രൂലി.